അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പ് 27. അൽഹംദുലില്ലാ. 2-3 നോമ്പിന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ബ്രദർ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് 24th മാർച്ചിന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ, മിഡ് നൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ദേപ്പുട്ടിലാണ് ഇഫ്താറിന് പോയത്. കാരണം അവനെയും കുട്ടി നല്ലൊരു ഇഫ്താറിന് പോകണമെന്നുണ്ടായിരുന്നു. അവിടെ ഇഫ്താറിന് 3 ദിർഹംസേ ഉള്ളൂ കേട്ടോ. നമുക്ക് കട്ട് ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ഒരു ജ്യൂസ്, ഒരു തരിക്കഞ്ഞി കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പൊരിച്ചുകടികളൊക്കെ വാങ്ങിയിട്ടോ. അതാ നിങ്ങൾക്ക് കാണാം, നെയ്വടയുണ്ട്, ഉന്നക്കായ ഉണ്ട്, പഴംപൊരിയുണ്ട്, സമൂസയുണ്ട്. അതേപോലെ കട്ട് ഫ്രൂട്ട്സ് അവരുടെ പാക്കേജിൽ വരുന്നതാണ്. അതേപോലെ കുഞ്ഞിപ്പത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നുള്ളത് കൊണ്ടാണ് അവർ 3 ദിർഹംസിന് നമുക്ക് ഇഫ്താർ തരുന്നത്. കാരണം ബില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി 45 ദിർഹംസ് ആയപ്പം നമുക്കൊരു ഐഡിയ ഇല്ല ഏത് കടിക്കാണ്, എത്ര പൈസയാണ്, എന്താണ് ചാർജ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഫൈനലി ബില്ല് വരുന്ന സമയത്ത് ഒരുമിച്ചുള്ളൊരു ബില്ലാണ് വരുന്നുണ്ടാവുക. പിന്നെ ആ സമയത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്ന സമയം കാരണം നമ്മളത് ചോദിക്കൊന്നുമില്ല എത്രയാ ഓരോ കടിക്കും എന്നൊന്നും. കാരണം അത്രയും തിരക്കായിരിക്കും അവിടെ. നമ്മൾ പോരുകയും ചെയ്തു. സോ അതെനിക്ക് കുറച്ച് അൺഫെയർ ആയിട്ട് തോന്നി കേട്ടോ. ഈ കഴിക്കുന്ന കുഞ്ഞിപ്പത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുന്ന് പാർസൽ വാങ്ങിയ സമയത്ത് 5 ദിർഹംസ് ആയിരുന്നേ. പക്ഷേ അവിടുന്ന് ഇഫ്താറിന് കഴിച്ചപ്പോൾ 10 ദിർഹംസ് ആയിരുന്നു. പിന്നെ നമ്മളതൊന്നും ചോദിക്കാൻ പോയില്ല. കാരണം എൻ്റെ ബ്രദറിന് നല്ലൊരു ഇഫ്താർ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു. ലാസ്റ്റ് ബാക്കിയെല്ലാം പാർസലാക്കി ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞു.